ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അത് അമിതമായാലോ? മനുഷ്യന്മാരല്ലേ, ചിലപ്പോൾ ഏതെങ്കിലും അവസരത്തിൽ വേണ്ടെന്ന് വെച്ചാലും പൊട്ടിത്തെറിച്ചു പോകും. ഇത് ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിരിക്കും. ചിലരാണെങ്കിൽ ദേഷ്യം വന്ന് പെട്ടെന്ന് ഓക്കെ ആകും, ചിലരാണെങ്കിൽ അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. ആരെങ്കിലും ചെറിയൊരു തെറ്റ് ചെയ്താലോ, നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിടുന്നവരോ, ജസ്റ്റ് ഒന്ന് ട്രാഫിക്കിൽ കുടുങ്ങിയാൽ പോലും ദേഷ്യം കയറുന്നവരോ ആകും നമ്മളിൽ പലരും. ദേഷ്യം വന്നാൽ ഇത് കുറച്ചു നേരം കൊണ്ട് തീരും എന്ന് പലരും കരുതും. എന്നാൽ പലപ്പോഴും ഇതിന് വിപരീതമായിട്ടാവും സംഭവിക്കുന്നത്. നിങ്ങളും ഈ കൂട്ടത്തിൽ പെടുന്നവരാണോ? ആണെങ്കിൽ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. ഇത് നിങ്ങളറിയാനാണ്. അമിതമായി ദേഷ്യപ്പെടുന്ന സ്വഭാവം വെറും മാനസിക പ്രശ്നമല്ല, ഇത് ഹൃദയാരോഗ്യത്തിന് വലിയ അപകട സൂചനയാകുമെന്ന് പഠനം പറയുന്നു. അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജി പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഈ കണ്ടെത്തലുള്ളത്. അമിത ദേഷ്യം ഉണ്ടാകുമ്പോൾ അത് രക്തക്കുഴലുകളിൽ സമ്മർദ്ദമുണ്ടാക്കുകയും രക്തപ്രവാഹം തടസ്സപ്പെടുത്തുകയും ഹൃദയാഘാതം അല്ലെങ്കിൽ പക്ഷാഘാത സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ദേഷ്യം വരുമ്പോൾ കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ ഹോർമോണുകളുടെ പ്രവർത്തനം വർദ്ധിക്കാൻ ഇടയാക്കുന്നു. ഇത് രക്തപ്രവാഹം കുറയ്ക്കുന്നതിനും രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതിലൂടെ ഹൃദയാഘാതമോ പക്ഷാഘാതമോ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ദേഷ്യം വന്നാൽ ഉടനെ തന്നെ ചാടിക്കേറി പ്രതികരിക്കുന്നതിന് പകരം ദീർഘശ്വാസം എടുത്ത് കൂളായി നിൽക്കാൻ ശ്രമിക്കുക. ദിവസവും വ്യായാമം ചെയ്യുകയും ചെയ്യുക. മനസ്സിനെ ശാന്തമാക്കാൻ അത് സഹായിക്കും. ഇതും എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. ദുൽഖർ സൽമാൻ നായകനായ കലി എന്ന ചിത്രത്തിലെ രംഗങ്ങൾ ഓർത്താൽ നമുക്ക് ഇത്തരം സാഹചര്യങ്ങളെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓഫീസിലായാലും വീട്ടിലായാലും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം വരുന്നതും പൊട്ടിത്തെറിക്കുന്നതും ഉടനടിയുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കുന്നതും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുമൊക്കെ ആ സിനിമയിലെ പ്രസക്ത സീനുകളാണ്. അത്തരം പ്രവൃത്തികൾ ദേഷ്യത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുന്നതും കാണാൻ സാധിക്കും. എന്നാൽ എന്തു ചെയ്തിട്ടും അമിതമായി ഉണ്ടാകുന്ന ദേഷ്യത്തിന് പരിഹാരം കണ്ടെത്താൻ പറ്റാത്തവരുമുണ്ടാകും. മാനസിക സമ്മർദ്ദവും ദേഷ്യവും ഉണ്ടാകുമ്പോൾ അത് നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല എന്ന ഘട്ടം വരുമ്പോൾ ഉടൻ തന്നെ തെറാപ്പിസ്റ്റിന്റെ സഹായം തേടുന്നതാണ് ഏറ്റവും നല്ലത്.